ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തൊരു സൺഡേ ആയിരുന്നു ഇന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈവനിങ് ആയപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോയാലോന്ന് വിചാരിച്ചത്. ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു കാരിഫോറിന്ന്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒയാസിസ് മാൾ ഉണ്ട്, അവിടെയാണ് കാരിഫോർ ഉള്ളത്. അങ്ങനെ പോകുന്ന വഴി പെട്ടെന്നൊന്ന് പ്ലാൻ മാറ്റി. ഇവിടെ അടുത്തൊരു വെയർ ഹൗസ് ഉണ്ട്, വേൾഡ് ബ്രാൻഡ്സ് എന്ന് പേരുള്ളത്. അപ്പോൾ അവിടെ ആണെങ്കിൽ ഷൂസ്, ബാഗ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. ഒന്ന് ജസ്റ്റ് അവിടെ കയറിയിട്ട് ഷൂസ് നോക്കാമെന്ന് പറഞ്ഞു. അവിടെ കുറച്ച് നേരം ഒന്ന് ചുറ്റിക്കറങ്ങി എല്ലാ ഐറ്റംസൊക്കെ ഒന്ന് നോക്കി. ഷൂസിൻ്റെ അവിടെ ആണെങ്കിൽ കൂടുതലും 3 പെയർ ഷൂസിനൊക്കെയാണ് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് പിന്നെ വാങ്ങിക്കാൻ നിന്നില്ല. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വേഗം ഇറങ്ങി നേരെ ഒയാസിസ് മാളിലേക്ക് പോയി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത് സെൻറ്റർ പോയിൻറ്റിലാണ്. ഇവിടെ കയറിയതിന് ശേഷമേ ബാക്കി വന്ന കാര്യം ചെയ്യാറുള്ളൂ. ഒന്നും വാങ്ങിയില്ലെങ്കിലും ഇവിടുത്തെ കളക്ഷൻസൊക്കെ കാണാൻ നല്ല രസമാണ്. അവിടെ എത്തിയപ്പോഴാണ് ആദ്യം പറഞ്ഞത് ഷർട്ട് നോക്കണമെന്ന്. പിന്നെ അവിടെ നോക്കിയപ്പോൾ ഒന്നും കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം നേരെ മാക്സിലേക്ക് പോയി. വന്നപ്പോൾ തന്നെ ആദ്യക്ക് ഷർട്ട് കണ്ടു, ഇഷ്ടപ്പെട്ട് എടുത്തു. അപ്പം ഞാൻ എന്തായാലും ഒന്നും വാങ്ങിക്കാതിരുന്ന മോശമല്ലേ, ഞാൻ നേരെ ചെരുപ്പിൻ്റെ അടുത്തേക്ക് പോയി. എന്നെ ഹെൽപ്പ് ചെയ്യാൻ പോക്കൂട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ സെലക്ട് ചെയ്ത ചെരുപ്പ് തന്നെ ഞങ്ങളെടുത്തു. കാഷ്വൽ വെയേഴ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് പുതിയത് വന്നിട്ടുണ്ട്. അങ്ങനെ പ്രതീക്ഷിക്കാതെയുള്ള ഒരു ചെറിയ ഷോപ്പിങ്ങും ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചെറിയൊരു വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും മേലെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ വേഗം ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് നേരെ പോയി. KFC കഴിക്കാൻ വേണ്ടി വന്ന ഞങ്ങൾ പുതിയൊരു ഷോപ്പ് കണ്ടു. ഇവിടെ മുന്നേ മെക്ഡൊണാൾഡ്സ് ആയിരുന്നു. അവരിപ്പോൾ താഴെ പോയിട്ട് ഇവർ പുതിയത് വന്നതാണ്. ഒരു അമേരിക്കൻ ബ്രാൻഡാണെന്നാണ് പറഞ്ഞത്, പപ്പായിസ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇവരുടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മുടെ ഫ്രൈഡ് ചിക്കനും അതിൻ്റെ കൂടെ തന്നെ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, അതാണ് ഇവരുടെ പ്രത്യേകത. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഫുഡെല്ലാം കിട്ടി കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ ബിസ്ക്കറ്റും ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതും പക്ഷേ സ്വീറ്റ് അല്ല, സോൾട്ടിയാണ്. പെട്ടെന്ന് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിക്കനെല്ലാം നല്ലതായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ പോക്കുട്ടനാണെങ്കിൽ പെപ്സി കണ്ടിട്ട് അത് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അവൻ ഫസ്റ്റ് ടൈമാണ് പെപ്സി ട്രൈ ചെയ്തത്. ആ എക്സ്പ്രഷനാണ് ഇപ്പോൾ കണ്ടത്. ആൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെയും ചോദിച്ചു, പക്ഷെ നമ്മളതിന് കൊടുക്കാൻ നിന്നില്ല. ജസ്റ്റ് ഒരു 1-2 ഡ്രോപ്സ് മാത്രമേ കൊടുത്തുള്ളൂ. പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ അടുത്ത് തന്നെ ഫൺ സിറ്റി ഉണ്ട്, കിഡ്സിൻ്റെ പ്ലേ ഏരിയ. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ആളെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അവൻ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ട് പോകുന്നത്. ആദ്യം വന്നപ്പോൾ ആൾ താഴെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ മൊത്തത്തിലൊന്ന് നമ്മളെ റൗണ്ട് ചെയ്ത ആൾക്ക് കാണിച്ചു കൊടുത്ത് വന്നപ്പോൾ ആൾ ഓക്കെ ആയി. പിന്നീടാണ് ഈ ബസ് കണ്ടത്.
ഇത് ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ കയറി വണ്ടി ഓടിക്കുന്നതും അങ്ങനെ കുറേ നേരം അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു 8:30 ഒക്കെ ആയപ്പോൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നൈറ്റിൽ. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് 2 പേർക്കും ഡ്യൂട്ടിക്ക് പോകണം. അതുകൊണ്ട് നമ്മൾ അധികം ലേറ്റ് ആക്കണ്ട വിചാരിച്ചു. പക്ഷേ ആൾ വരുന്നുണ്ടായിരുന്നില്ല. കുറച്ച് നേരം കൂടെ അങ്ങനെ ആളെ കളിപ്പിച്ച് പിന്നെ നമ്മൾ ആളെ പതുക്കെ അവിടെ നിന്ന് എടുത്തപ്പോഴുള്ള അവസ്ഥയാണത്. മൊത്തത്തിൽ കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ ആ ബസ്സിലേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളൊരു വിധത്തിൽ ആളെ സമാധാനിപ്പിച്ച് പിന്നെ നേരെ വീട്ടിൽ പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു സൺഡേ കഴിഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.